ഫോഴ്സസ് ഓൺ ആങ്കർ കേബിൾസ് ആൻഡ് ടവേഴ്സ്. ടവേഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. ആങ്കർ കേബിൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പം പഠിച്ചത് സസ്പെൻഷൻ കേബിളിൽ വരുന്ന ഫോഴ്സസും അതിൽ വരുന്ന മാക്സിമം ടെൻഷൻസ്, അതുപോലെ അതിന്റെ എൻഡിലേക്ക് വരുന്ന റിയാക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന കേസുകളൊക്കെ നമ്മൾ പഠിച്ചു. ഈ ആങ്കർ കേബിൾസിൽ വരുന്ന ടെൻഷന്റെ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും കൂടി നമ്മൾ ഇതിന്റെ ഒപ്പം പഠിക്കും. ഓക്കെ, അപ്പൊ ഫോഴ്സസ് ഓൺ ആങ്കർ കേബിൾസ് ആൻഡ് ടവേഴ്സ്. ടവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടാണ്. ഓക്കെ, ദ ഫോഴ്സസ് ഓൺ ആങ്കർ കേബിൾസ് ആൻഡ് ടവേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സപ്പോർട്ട് ഗിവൺ ടു ദ കേബിൾസ്. അപ്പം ഈ ആങ്കർ കേബിളും ടവേഴ്സിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഏത് ടൈപ്പ് സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൽ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്, അല്ലെങ്കിൽ 2 സപ്പോർട്ടുകൾ ഉണ്ട്. ഏതൊക്കെയാ? ഗൈഡ് പുള്ളി സപ്പോർട്ടും റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ട് അല്ലെങ്കിൽ സാഡിൽ സപ്പോർട്ട് എന്ന് പറയും. ഓക്കെ, ഗൈഡഡ് പുള്ളി സപ്പോർട്ട് ആൻഡ് റോളർ സപ്പോർട്ട്. ഈ 2 സപ്പോർട്ടിലും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ആ സപ്പോർട്ട് കണ്ടീഷനിലുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ട് ആങ്കർ കേബിൾസിലും അതുപോലെ തന്നെ ആ ടവേഴ്സിലേക്കും പോകുന്ന ഫോഴ്സസിന്റെ വാല്യൂസിൽ വ്യത്യാസം വരും. ഓക്കെ, അതെങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗൈഡ് പുള്ളി സപ്പോർട്ട് നോക്കാം. അപ്പം ഇവിടെ വരച്ചിരിക്കുന്നത് ഗൈഡ് പുള്ളി സപ്പോർട്ടിന്റെ ഫിഗർ ആണ്. ഓക്കെ, ഇത് സപ്പോർട്ട് അതിന്റെ ടോപ്പിലേക്ക് വരുമ്പം ഇതുപോലെ ഒരു പുള്ളി അറേഞ്ച്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പുള്ളിയിൽ ഇവിടെ ടി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ടി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഫോഴ്സ് കാണിച്ചിട്ടുള്ളത്. അതിനുള്ള കാരണം ഞാൻ പറയാം. ഇപ്പം ഇത് മെയിൻ കേബിൾ ആണ്. അതായത് നമ്മൾ ഇപ്പുറത്ത് വരുന്ന പോർഷനിലുള്ള സസ്പെൻഷൻ കേബിൾ ആണ്. അതായത് പാരബോളിക് ആയിട്ട് ഇങ്ങനെ വരുന്ന ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ അനലൈസ് ചെയ്തത്. ഒരേ ലെവലിലും അതുപോലെ ഡിഫറെന്റ് ലെവലിലും വരുന്നത് ഈ മെയിൻ കേബിൾ അല്ലെങ്കിൽ സസ്പെൻഷൻ കേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ടി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ടെൻഷൻ ആണ്. അതായത് സപ്പോർട്ടിന്റെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ടെൻഷൻ ആണ് ഇവിടെ ടി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ ഈ എൻഡില് ഈ ആങ്കർ കേബിൾ എൻഡിൽ ഇപ്പം ഏതെങ്കിലും ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ബെഡ് റോക്കിലോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കോൺക്രീറ്റിലോ ഒക്കെ ആയിരിക്കും ഇത് ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, അല്ലെ? നമ്മൾ ഓൾറെഡി അതിന്റെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞു മാക്സിമം അത് ബെഡ് റോക്ക് തന്നെയായിരിക്കും. ഓക്കെ, എത്രയും ലോഡ്സ് ഒക്കെ റെസിസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് വലിയ വലിയ ഇതിലൊക്കെ സ്പാനിലൊക്കെ എന്തായാലും അത് ബെഡ് റോക്കിലേക്ക് തന്നെയായിരിക്കും ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടെൻഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പുള്ളി ആയതുകൊണ്ട് ആ സെയിം ഫോഴ്സിന്റെ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും. അതായത് ഇവിടെ ഫ്രിക്ഷൻ ഒന്നുമില്ല, സെയിം ആ ഒരു ഫോഴ്സ് തന്നെയായിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. കിണറിന്ന് വെള്ളം കോരുമ്പോൾ നമ്മൾ കൈകൊണ്ട് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് തന്നെയായിരിക്കും ആ പുള്ളിന്റെ അപ്പുറത്തുള്ള അതിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ആ വെള്ളം വലിച്ചു വരുന്ന ആ ഒരു കയറിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെ? അപ്പം ഇത് ഇപ്പുറത്തെ ടൈ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ലോഡ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സിന് ഈക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് തന്നെയായിരിക്കും ഇവിടെ ഈ ഒരു നമ്മൾ എവിടെയാണോ ടൈ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് അവിടുന്ന് വിട്ടു പോവാതെ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നീങ്ങി പോകാൻ പാടില്ലല്ലോ ശരിക്കും. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആങ്കർ ചെയ്ത് വെക്കുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പുള്ളി ആയതുകൊണ്ട് ഈ 2 സൈഡിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ ടി ആണെങ്കിൽ സെയിം ടി തന്നെ ആയിരിക്കും. എത്രയാണോ മാഗ്നിറ്റ്യൂഡ് വരുന്നത് അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. കാരണം ഇത് ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു പുള്ളിയായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഈ മെയിൻ കേബിൾ അല്ലെങ്കിൽ സസ്പെൻഷൻ കേബിള് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. അതുപോലെ തന്നെ ഇവിടെ ആങ്കർ കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഞാൻ ആൽഫ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇവിടെ ഫിഗർ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം. അതായത് മെയിൻ കേബിളിൽ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻ കേബിളിൽ വരുന്ന ടെൻഷൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അതുപോലെ ആങ്കർ കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫിഗറിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഗൈഡ് പുള്ളി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് ആ പുള്ളി സപ്പോർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും
അതായത് മെയിൻ കേബിളിലും ആങ്കർ കേബിളിലും ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ സെയിം ആയിരിക്കും, ടി ആയിരിക്കും. ഓക്കെ, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് ഒന്ന് തീറ്റാന്നും ഒന്ന് ആൽഫ എന്ന് പറഞ്ഞിട്ടും എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഈ ടവറിന്റെ ഹൈറ്റ് H1 എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടം തൊട്ട് ഇതിന്റെ താഴെ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് H1 ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഫോഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതിന്റെ ഈ സപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു ടവർ ഉള്ളത് ഏകദേശം ഒരു കാൻഡിലിവർ പോലെയല്ലേ. ഇവിടെ ഇതിന്റെ ബോട്ടത്തിലാണ് ശരിക്കും ആ സപ്പോർട്ട് വരുന്നത് അല്ലെ. സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ബോട്ടത്തിലേക്കാണ്, ജസ്റ്റ് ഇങ്ങനെ നിൽക്കുവാണ്. ഇതിന്റെ പിടുത്തം മൊത്തം വരുന്നത് താഴെയാണ്. അപ്പൊ ഇതിൽ ഫോഴ്സ് വരുമ്പോൾ ഇപ്പൊ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കാൻഡിലിവർ ഇപ്പൊ ഒന്ന് ചെരിച്ചു വെക്കുവാണെങ്കിൽ ഈ സൈഡ് ഇവിടെ ഇങ്ങനെ വരുവാണ്, അതായത് ഇപ്പം വെർട്ടിക്കൽ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു കാൻഡിലിവർ ആയിരിക്കും അല്ലെ. അതുപോലെയല്ലേ ഉള്ളത്. ഇവിടെ പിടുത്തോണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ആ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരിക എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൊമെന്റ് ഡെവലപ്പ് ചെയ്യാം. അതായത് മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് H1 ആണ്. അപ്പൊ H1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബെൻഡിങ് മൊമെന്റും ഇതിന്റെ ഒപ്പം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാര്യവും നമ്മൾ ഇതിന്റെ അകത്ത് മനസ്സിലാക്കി വെക്കും. അപ്പൊ ഗൈഡ് പുള്ളി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗർ ആണ് നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത്. അതായത് ആ പുള്ളിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന ടെൻഷൻ എന്ന് പറയുന്ന T ആണ്. അതുപോലെ അതിന്റെ ആംഗിൾസ് നമുക്ക് രണ്ടും ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഒന്ന് തീറ്റ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആൽഫ എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ ഹൈറ്റ് H1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ സപ്പോർട്ടിൽ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ് എന്തായിരിക്കും? അതായത് ഇവിടെ ആങ്കർ കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷനും മെയിൻ കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷനും നമുക്കറിയാം T ആണെന്നുള്ളത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഈ സപ്പോർട്ടിലേക്ക് വരാം. അപ്പൊ അതെങ്ങനെയായിരിക്കും? നമുക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ ആംഗിൾ ഉണ്ട്. അപ്പം ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് T sin θ ആയിരിക്കും. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യുമ്പോൾ വെർട്ടിക്കലി വരുന്ന ഈ Tക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് മെയിൻ കേബിളിലെ Tക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ T sin θ ആയിരിക്കും. ഹൊറിസോണ്ടൽ ആണെങ്കിൽ T cos θ ആണ്, നമുക്കറിയാലോ അല്ലെ. ഇതുമായിട്ട് ഈ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന റിസോൾവ് ചെയ്താൽ വരുന്ന ഫോഴ്സ് T cos θ ആയിരിക്കും. ഇവിടെ വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്താൽ T sin θ ആയിരിക്കും. അപ്പൊ ഈ ഒരു സസ്പെൻഷൻ കേബിളിന്റെ പോർഷനിലുള്ള T കാരണം ഈ സപ്പോർട്ടിലേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് T sin θ ആയിരിക്കും. അതുപോലെ ഇവിടെ ആങ്കർ കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ കാരണം ഇതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് T sin ആൽഫ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? T sin θ, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ T sin ആൽഫ ആയിരിക്കും ഈ സപ്പോർട്ടിലേക്ക് വരുന്നത്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടും റിസോൾവ് ചെയ്താൽ ടുവേർഡ്സ് ഡൗൺവേർഡ് ആണ് അല്ലേ. അപ്പൊ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് T sin θ പ്ലസ് T sin ആൽഫ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ T ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ ആൽഫ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോമൺ ആയിട്ട് ബ്രാക്കറ്റിൽ എടുത്തെഴുതാം. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. ഇവിടെ വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ T sin θ ആണ്. ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ T sin ആൽഫ ആണ്. അപ്പൊ വെർട്ടിക്കൽ ഫോഴ്സ് ഈ സപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് T sin ആൽഫ പ്ലസ് T sin θ ആയിരിക്കും. T sin ആൽഫ പ്ലസ് T sin θ എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് റിസോൾവ് ചെയ്താൽ T cos θ ആയിരിക്കും സസ്പെൻഷൻ കേബിളിൽ വരുന്ന ആ ടെൻസൈൽ ഫോഴ്സ് കാരണം ഹൊറിസോണ്ടലി വരുന്നത്. ഓക്കെ, T cos θ. ഇപ്പുറത്ത് വരുന്നത് T cos ആൽഫ ആയിരിക്കും. ഇപ്പൊ നോക്കിയാൽ രണ്ട് ഡയറക്ഷനിലാണ്. ഒന്ന് ടുവേർഡ്സ് റൈറ്റ് ആണ്, ഒന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് T cos θ, അത് ടുവേർഡ്സ് റൈറ്റ് ആയതുകൊണ്ട് പ്ലസിലാണ്, മൈനസ് T cos ആൽഫ എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇപ്പൊ രണ്ടും T ആയതുകൊണ്ട് T നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ T ഇൻറ്റു cos θ മൈനസ് cos ആൽഫ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അതായിരിക്കും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഹൊറിസോണ്ടൽ ഫോഴ്സ് കാരണമാണല്ലോ ഇവിടെ ബെൻഡിങ് മൊമെന്റ് വരിക അല്ലെ. ബോട്ടത്തില് ഹൊറിസോണ്ടൽ ആക്ട് ചെയ്യുമ്പോഴാണ് ബെൻഡിങ് മൊമെന്റ് വരിക. അപ്പൊ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു H1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടത്തിൽ വരുന്ന ബെൻഡിങ് മൊമെന്റും ഗൈഡ് പുള്ളി സപ്പോർട്ടിന്റെ കേസിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് പറയാം. Let the inclination of the main cable to the horizontal be theta and that of anchor cable be alpha. അപ്പൊ inclination of main cable to the horizontal അത് theta എന്നുള്ള രീതിയിൽ, അതുപോലെ inclination of anchor cable with horizontal alpha എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. assuming pulley as frictionless. അപ്പം ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. assuming pulley as frictionless
ടെൻഷൻ ഇൻ ആങ്കർ കേബിൾസ് ഈസ് ഈക്വൽ ടു ടെൻഷൻ ഇൻ മെയിൻ കേബിൾ. അപ്പം ആങ്കർ കേബിളിലുള്ള അതേ ടെൻഷൻ തന്നെയായിരിക്കും മെയിൻ കേബിളിൽ, പുള്ളി ആയതുകൊണ്ട്. ഓക്കെ, അപ്പം മെയിൻ കേബിൾ അല്ലെങ്കിൽ സസ്പെൻഷൻ കേബിളിലുള്ള ടെൻഷൻ തന്നെയായിരിക്കും ആങ്കർ കേബിൾസിൽ. അപ്പം രണ്ട് സ്ഥലത്തും വരുന്ന ടെൻഷന്റെ മാഗ്നിറ്റ്യൂഡ് ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതാ ഞാൻ മുന്നമേ പറഞ്ഞത്. ഇനി വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ, അതായത് വെർട്ടിക്കൽ ലോഡ്, ആ സപ്പോർട്ടിലേക്ക് വരുന്ന വെർട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞു, ഇതിനെ വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്യാം. ഈ ഫോഴ്സിനെ വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ടി സൈൻ തീറ്റ, ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ടി സൈൻ ആൽഫയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ടി സൈൻ തീറ്റ പ്ലസ് ടി സൈൻ ആൽഫ. അതിനെ വി ടി എന്ന് പറഞ്ഞെടുത്തു, വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ വി ടി എന്ന് പറഞ്ഞെടുത്തു. ദാറ്റ് ഈസ് ടി സൈൻ തീറ്റ പ്ലസ് ടി സൈൻ ആൽഫ. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് ടി പുറത്തെടുത്തു കഴിഞ്ഞാൽ ടി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ ആൽഫ ആയിരിക്കും ഇക്വേഷൻ വരിക. അതുപോലെ ഹൊറിസോണ്ടൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ എച്ച് ടി എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. അപ്പം എച്ച് ടി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടി കോസ് തീറ്റ ടുവേർഡ്സ് റൈറ്റ് ആണ്. അതുപോലെ ടി കോസ് ആൽഫ അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പം ടുവേർഡ്സ് ലെഫ്റ്റ് ഉള്ളത് മൈനസിൽ വേണം സൈൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടി കോസ് തീറ്റ മൈനസ് ടി കോസ് ആൽഫ എന്നുള്ളതായിരിക്കും ഇക്വേഷൻ വരും. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ലോഡ് ട്രാൻസ്മിറ്റ് ടു ദ ടവർ എച്ച് ടി ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ. അതായത് ടി കോസ് തീറ്റ മൈനസ് ടി കോസ് ആൽഫ ബ്രാക്കറ്റിൽ എടുത്തപ്പോൾ ടി ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ എന്നായിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് ഓൺ ദ ടവർ. ഇനി ടവറിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ്, ആ ബോട്ടത്തിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇപ്പം വെർട്ടിക്കൽ ഫോഴ്സ് ആണെങ്കിൽ അതുമായിട്ട് സപ്പോർട്ടിൽ ഈ ബോട്ടത്തിൽ ബെൻഡിങ് മൊമെന്റ് ഇല്ല, കാരണം ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ ബോട്ടത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് ഇവിടെ ഒരു ബെൻഡിങ് മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, വെർട്ടിക്കൽ ഫോഴ്സ് കാരണം വരുന്നില്ല, കാരണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, അങ്ങനെയും പറയാം. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആകും ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്, അതാണ് H1. അപ്പൊ ബോട്ടത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ്, അതായത് HT ഇൻറ്റു H1 ആയിരിക്കും. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഓൺ ദ ടവർ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓൺ ദ ടവർ, അതാണ് HT. HT എന്ന് പറയുന്ന ടി കോസ് തീറ്റ മൈനസ് ടി കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ, ഓക്കെ, ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ടവർ H1. ബെൻഡിങ് മൊമെന്റ് പുള്ളി സപ്പോർട്ട് വരുന്ന കേസിൽ ടി കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ ഇൻറ്റു H1 അല്ലെങ്കിൽ HT ഇൻറ്റു H1 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി റോളർ സപ്പോർട്ടിന്റെ കേസ് എടുക്കുമ്പോൾ റോളർ സപ്പോർട്ട് അല്ലെങ്കിൽ സാഡിൽ സപ്പോർട്ട്. ഓക്കെ, ഇൻ ദിസ് കേസ് ദ സസ്പെൻഷൻ ഓർ മെയിൻ കേബിൾ and the anchor cables are connected to a saddle resting on a tower. അപ്പം ടവറിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ, സാഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ സാഡിൽസ് വരും, അല്ലെങ്കിൽ അവിടെ റോളേഴ്സ് ഉണ്ട് അല്ലെ, ആ സാഡിൽസിന്റെ താഴെയായിട്ട് റോളേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ സപ്പോർട്ട് വരുന്നത്. ഓക്കെ, സസ്പെൻഷൻ ഓർ മെയിൻ കേബിൾ ആൻഡ് ആങ്കർ കേബിൾസ് ആർ കണക്റ്റഡ് ടു എ സാഡിൽ റെസ്റ്റിംഗ് ഓൺ എ ടവർ. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സാഡിൽ, അതിന്റെ താഴെയായിട്ട് റോളേഴ്സ് വരുന്നത്. അപ്പം ആ ഹൊറിസോണ്ടൽ പോർഷനിൽ സാഡിലിൽ ഈ കേബിൾസ് റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിന്റെ താഴെ റോളേഴ്സ് വരുന്ന രീതിയിലാണ് ഈ ഒരു സപ്പോർട്ട് ഉള്ളത്. ഇൻ ദിസ് അറേഞ്ച്മെന്റ് ദ ടു കേബിൾസ് നീഡ് നോട്ട് ഹാവ് ദ സെയിം ടെൻഷൻ. അതായത് നമ്മൾ നേരത്തെ പുള്ളി കൺസിഡർ ചെയ്ത സമയത്ത് ഇതിന്റെ സസ്പെൻഷൻ കേബിളിലും അതുപോലെ ആങ്കർ കേബിൾസിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ സെയിം ആയിരിക്കും വരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ സെയിം ആവണമെന്നില്ല, സാഡിൽ സപ്പോർട്ട് ആയതുകൊണ്ട് ആ പുള്ളിയുടെ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ടെൻഷൻ സെയിം ആവണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആങ്കർ കേബിൾസിൽ വരുന്ന ടെൻഷന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാനും സസ്പെൻഷൻ കേബിളിൽ വരുന്ന ടെൻഷന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാനും രണ്ട് ഡിഫറെന്റ് ടേംസ് നമ്മൾ യൂസ് ചെയ്യണം. സെയിം അല്ല, നമ്മൾ മുന്നത്തെ കേസിൽ സെയിം ആയതുകൊണ്ട് ടി എന്ന് പറഞ്ഞ് രണ്ടിനും എടുക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല, രണ്ട് സൈഡിലും വരുന്നത് സെയിം ആയിരിക്കില്ല ഇവിടെ സാഡിൽ സപ്പോർട്ട് ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് സാഡിൽ സപ്പോർട്ട്. സാഡിലിന്റെ താഴെ റോളേഴ്സ് വരും. അപ്പൊ ഈ കേബിള് ഈ സാഡിലിന്റെ മേലെ കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ആങ്കർ കേബിളിലേക്ക്, ആങ്കർ കേബിൾ ആയിട്ട് അത് ഇവിടെ നമ്മൾ ആങ്കർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സസ്പെൻഷൻ കേബിൾ അല്ലെങ്കിൽ മെയിൻ കേബിൾ സാഡിലിന്റെ മേലെ കൂടെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫിഗർ ഈ രീതിയിൽ വരയ്ക്കാം. ടവർ, അതിന്റെ മേലെ റോളറിന്റെ മേലെ സാഡിൽ എന്നുള്ള രീതിയിൽ വരച്ചു. ഇനി നമ്മൾ മുന്നേ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇവിടെ ഉള്ള കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, അതായത് മെയിൻ കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, അതുപോലെ ആങ്കർ കേബിളിലുള്ള ടെൻഷൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആൽഫ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നേ എടുത്ത പോലെ തന്നെ എടുക്കാം. പിന്നെ പറഞ്ഞു ഇവിടെയുള്ള ടെൻഷനും ഇപ്പുറത്തുള്ള ടെൻഷനും സെയിം ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഇവിടെ മെയിൻ കേബിളിലുള്ള ടെൻഷൻ ഞാൻ ടി എന്ന് പറഞ്ഞ് തന്നെ എടുക്കുകയാണ്, അതായത് സസ്പെൻഷൻ കേബിളിലെ ടെൻഷൻ.
ആങ്കർ കേബിളിലുള്ളത് ഡിഫറെന്റ് ആവുന്നതുകൊണ്ട് ഞാൻ T1 എന്ന് പറഞ്ഞ് നെയിം ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യമാണ് ഓർക്കേണ്ടത്. പുള്ളി സപ്പോർട്ടിലാണെങ്കിൽ രണ്ട് സ്ഥലത്തും T തന്നെയായിരിക്കും, സെയിം ആയിരിക്കും, ആങ്കർ കേബിളിലും സസ്പെൻഷൻ കേബിളിലും വരുന്ന ടെൻഷൻ. എന്നാൽ ഇവിടെ സാഡിൽ സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്തിട്ട് ടെൻഷന്റെ കേസ് രണ്ടും ഡിഫറെന്റ് ആയിട്ട് മെയിൻ കേബിൾ Tയും അതുപോലെ ആങ്കർ കേബിൾ T1 ടെൻഷൻ വരുന്ന രീതിയിൽ വേണം എടുക്കാൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഫിഗർ വരുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടേക്ക് വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ് എന്തായിരിക്കും? മുന്നേ പറഞ്ഞ പോലെ T സൈൻ തീറ്റ പ്ലസ് T1 സൈൻ ആൽഫ ആയിരിക്കും വെർട്ടിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലോഡ് ഇതിലേക്ക് വരുന്നത്. T ഇതിനെ വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്യുക, T സൈൻ തീറ്റ. അപ്പൊ ഇങ്ങനെ താഴോട്ടേക്ക് ഈ സസ്പെൻഷൻ കേബിളിൽ വരുന്ന ഈ ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഫോഴ്സ്. ഇനി ആങ്കർ കേബിളിൽ വരുന്ന ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് T1 സൈൻ ആൽഫ. ഓക്കെ, ഇനി ഇവിടെ റോളർ ആണല്ലോ ഇവിടെ വരുന്നത് അല്ലെ. റോളർ ആകുമ്പോൾ ഇവിടെ ശരിക്കും ഹൊറിസോണ്ടൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഹൊറിസോണ്ടലി ഒരു ഫോഴ്സ് വരുമ്പം നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെ ഇത് ഇവിടുന്ന് നീങ്ങി പോകാനുള്ള ചാൻസ് ഇല്ലേ, അവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ റോളർ സപ്പോർട്ടിന് ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഡെവലപ്പ് ചെയ്യാവുന്ന ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇവിടെ റോളറാണ്. അപ്പൊ ഇവിടെ വന്നാൽ ഇത് നീങ്ങിപ്പോവും. ഏത് സൈഡിലേക്കാണോ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ വരുന്നത് അങ്ങോട്ടേക്ക് ഇത് നീങ്ങി ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നോർമൽ ബീംസിലൊക്കെ കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ റോളർ സപ്പോർട്ടിന് ഹൊറിസോണ്ടൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്കൊരു റിലേഷൻഷിപ്പ് എടുക്കാൻ പറ്റും T1 കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പൊ T ഗിവൺ ആണ്, T1 അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് എടുക്കാം. ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ T1 കോസ് തീറ്റ ആയിരിക്കും, T കോസ് തീറ്റ ആയിരിക്കും ഇവിടെ. അതുപോലെ ഇവിടെ T1 കോസ് ആൽഫ ആയിരിക്കും. രണ്ടിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് HT ഈസ് ഈക്വൽ ടു T1 കോസ് തീറ്റ മൈനസ് T1 കോസ് ആൽഫ എന്ന് എടുക്കാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ T നമുക്കറിയാം, രണ്ട് ആംഗിൾസും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് T1ന്റെ വാല്യൂ അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഇപ്പം T കോസ് തീറ്റ മൈനസ് T1 കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, T കോസ് തീറ്റ ഈസ് ഈക്വൽ ടു T1 കോസ് ആൽഫ എന്നും പറയാം. ഓക്കെ, അപ്പൊ T1 ഈസ് ഈക്വൽ ടു T കോസ് തീറ്റ ബൈ കോസ് ആൽഫ എന്നും നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇതിനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാലാണ് HT കിട്ടുന്നത്. HT എന്ന് പറയുന്നത് റോളർ ആയതുകൊണ്ട് ഇവിടെ 0 ആണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് റോളർ സപ്പോർട്ടിന്റെ കേസിൽ ഓർമ്മ വേണം. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡെവലപ്പിംഗ് ഓൺ ദ ടവേഴ്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. വെർട്ടിക്കൽ ഫോഴ്സ് നമുക്കറിയാം T സൈൻ തീറ്റ പ്ലസ് T1 സൈൻ ആൽഫ. മറ്റേത് ഹൊറിസോണ്ടൽ ഫോഴ്സ് T കോസ് തീറ്റ മൈനസ് T1 കോസ് ആൽഫ HT that is equal to 0. ഓക്കെ, അപ്പൊ ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് തന്നെ റോളേഴ്സ് വരുന്ന കേസിൽ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവില്ല. ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആകുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഫോഴ്സുമായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആകുമ്പോൾ ബെൻഡിങ് മൊമെന്റും ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഈ കേസിൽ 0 ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യവും ഓർത്തിരിക്കണം. അസ്യൂമിങ് സാഡിൽസ് ടു ഹാവ് ഫ്രിക്ഷൻലെസ് റോളേഴ്സ്, സോ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഓൺ ദ ടോപ്പ് ഓഫ് ദ ടവർ മസ്റ്റ് ബി 0. അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? T1 കോസ് ആൽഫ ഈസ് ഈക്വൽ ടു T കോസ് തീറ്റ എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ അതിന്റെ അകത്ത് T1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. T1 ഈസ് ഈക്വൽ ടു, ഇപ്പൊ T1 ആണ് അൺനോൺ എങ്കിൽ T എന്ന് പറയുന്നത് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സസ്പെൻഷൻ കേബിൾ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ടെൻഷൻ ആണെങ്കിൽ തീറ്റയും ആൽഫയും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ കോസ് തീറ്റ T ഇൻറ്റു കോസ് തീറ്റ ബൈ കോസ് ആൽഫ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T1ന്റെ വാല്യൂ കിട്ടും. Where T is tension in main cable വരുന്ന ടെൻഷൻ ആണ് T, and T1 tension in the anchor cable. Okay, vertical force on the tower VT is equal to ഇന്നെ പറഞ്ഞതുപോലെ T1 sin alpha plus T sin theta. Since there is no horizontal force on the tower, that is HT is equal to 0, bending moment on the tower is equal to 0. അപ്പൊ ബെൻഡിങ് മൊമെന്റ് റോളർ സപ്പോർട്ട് വരുന്ന കേസിൽ 0 ആണ്. അപ്പൊ നമുക്ക് ഈ ഫിഗർ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പം സസ്പെൻഷൻ കേബിളിലും അതുപോലെ തന്നെ ആങ്കർ കേബിൾസിലും വരുന്ന ആ ടെൻഷന്റെ വാല്യൂ, ഇപ്പം പുള്ളി സപ്പോർട്ട് ആണെങ്കിൽ രണ്ടും T ആണ്,
അതുപോലെ റോളർ സപ്പോർട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ സാഡിൽ സപ്പോർട്ട് ആണെങ്കിൽ ഒരു സൈഡിൽ ടി ഒരു സൈഡിൽ T1 ആണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫിഗർ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കാം. ഇപ്പൊ വെർട്ടിക്കൽ ആണെങ്കിൽ ടി സൈൻ തീറ്റ പ്ലസ് T1 സൈൻ ആൽഫ. ആ ആൽഫയും തീറ്റ എന്താണെന്ന് അറിയാലോ. ആ തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് സസ്പെൻഷൻ കേബിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ആൽഫ എന്ന് പറയുന്നത് ആങ്കർ കേബിൾ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. അപ്പം ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേറൊരു കാര്യം ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ടി എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ കണ്ടുപിടിക്കുന്ന, അതായത് സസ്പെൻഷൻ കേബിളിൽ കണ്ടുപിടിക്കുന്ന, ഇപ്പൊ റോളർ ആണെങ്കിലും അതുപോലെ ഇപ്പം പുള്ളി സപ്പോർട്ട് ആണെങ്കിലും ടി എന്ന് പറയുന്നത് ടി മാക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പൊ സസ്പെൻഷൻ കേബിളിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഒരേ ലെവലിലാണെങ്കിൽ നമുക്കറിയാം അത് WL/2 ആണ് വെർട്ടിക്കൽ റിയാക്ഷൻ. ഹൊറിസോണ്ടൽ ആണെങ്കിൽ WL²/8D ആണ്. അപ്പൊ അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച് √V² + h² ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടി മാക്സ് തന്നെയാണ് ഇവിടുത്തെ ടി. ഓക്കെ, അപ്പം നമുക്കിവിടെ കിട്ടുന്ന മാക്സിമം ടെൻഷൻ അതാണ് ടി എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് എടുക്കാം. മനസ്സിലായോ? ടി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് സസ്പെൻഷൻ കേബിളിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ടെൻഷൻ തന്നെയാണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, സസ്പെൻഷൻ കേബിളിൽ ടെൻഷൻ. ഓക്കെ, അപ്പോൾ അത് വെർട്ടിക്കൽ റിയാക്ഷൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ √V² + h² അല്ലെങ്കിൽ √VA² + HA² അല്ലെങ്കിൽ √VB² + HB² അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ടേംസ് എഴുതിയല്ലോ. അതായത് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ടി സൈൻ തീറ്റ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയല്ലോ. ആ ടി സൈൻ തീറ്റ തന്നെ ആയിരിക്കില്ല ഇവിടെ വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ. അതായത് ഈ സസ്പെൻഷൻ കേബിളിലുള്ള ടെൻഷൻ കാരണം ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ്, അതായത് ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ വെർട്ടിക്കൽ റിയാക്ഷൻ തന്നെയായിരിക്കും. നമ്മൾ സസ്പെൻഷൻ കേബിളിൽ കണ്ടുപിടിക്കുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ തന്നെയായിരിക്കും. അതായത് ഈ ഒരു ടേം, അതായത് ടി സൈൻ തീറ്റ എന്ന് പറയുന്ന ടേം. മനസ്സിലായോ? ടി സൈൻ തീറ്റ എന്ന് പറയുന്ന ടേം ഇവിടുത്തെ നമ്മൾ സസ്പെൻഷൻ കേബിളിൽ കണ്ടുപിടിക്കുന്ന ആ വെർട്ടിക്കൽ റിയാക്ഷൻ, അതായത് WL/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിക്കുന്നത് തന്നെയായിരിക്കും. അതുപോലെ ഇവിടെ ടി കോസ് തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം, ടി കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് WL²/8D എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ് ഇവിടുത്തെ ടി കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മൾ ടി കണ്ടുപിടിക്കുന്നത് √V² + h² ആണ്. അപ്പൊ അതിൽ h എന്ന് പറയുന്നത് നമുക്ക് ഈ ആംഗിൾ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പറയാം ടി കോസ് തീറ്റ എന്ന് പറയുന്നത് h ആണ്. അതുപോലെ ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് V ആണ്. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് പ്രോബ്ലം. എ കേബിൾ ഓഫ് സ്പാൻ 120 മീറ്റർ ആൻഡ് ഡിപ്പ് 10 മീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ സ്പാൻ തന്നു. എൽ എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. ഡിപ്പ് D എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ക്യാരീസ് എ ലോഡ് ഓഫ് 6 kN/m ഓഫ് ഹൊറിസോണ്ടൽ സ്പാൻ. ഓക്കെ, അപ്പം ലോഡ് W എന്ന് പറയുന്നത് 6 kN/m UDL ആണ്. Find the maximum tension in the cable and inclination of the cable at the support. അപ്പൊ ഇവിടെ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന, ഇപ്പൊ സസ്പെൻഷൻ കേബിൾസിന്റെ ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുള്ള L, D and W. ഇനി മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ ടി മാക്സ് കണ്ടുപിടിക്കാം. ഇപ്പോ നമുക്ക് ടി മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ടി മാക്സ് √V² + h². ഇവിടെ നമുക്ക് വേറൊന്നും പറഞ്ഞിട്ടില്ല, ലെവലിന്റെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല. നോർമലി ഇങ്ങനത്തെ കേസ് ചോദിക്കുമ്പോൾ ഒരേ ലെവൽ തന്നെയായിരിക്കും സപ്പോർട്ട്. ഓക്കെ, അപ്പൊ സെയിം ലെവലിൽ സപ്പോർട്ട് വരുന്ന കേസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, ഇനി ഇൻ കേസ് അങ്ങനെ ഒരു സെന്റൻസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട, സെയിം ലെവലാണ്. അപ്പം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് അവർ എടുത്തു പറയും. കാരണം ഇവിടെ ഒരു DA നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, ഡിപ്പ് വാല്യൂ 10 മീറ്റർ. അപ്പോൾ രണ്ട് സൈഡിലും സപ്പോർട്ട് സെയിം ലെവലിലാണെന്നുള്ളത് നമുക്ക് എടുക്കാം. ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ ആൻഡ് ഇൻക്ലിനേഷൻ ഓഫ് ദ കേബിൾ അറ്റ് സപ്പോർട്ട്. അപ്പം ഇവിടെ ടി മാക്സും അതുപോലെ തന്നെ സപ്പോർട്ടിന്റെ ഈ കേബിളിന്റെ ഇൻക്ലിനേഷനും, ഓക്കെ, അതായത് ഹോറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നെ കണ്ടുപിടിക്കാം. കാരണം നമ്മുടെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്ത ആംഗിൾ വെച്ചിട്ടാണ്. അപ്പം തീറ്റ എന്നുള്ള വാല്യൂ നമ്മൾ ഫിഗറിൽ മുന്നേ കണ്ടതുപോലെ
തീറ്റ എന്നുള്ള വാല്യൂ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മൾ ഫിഗർ പ്രകാരം അതുപോലെ ഇക്വേഷൻസ് എല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻക്ലിനേഷൻ ഓഫ് കേബിൾ അറ്റ് ദ സപ്പോർട്ട് വിത്ത് ദ ഹൊറിസോണ്ടൽ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഫോഴ്സസ് ട്രാൻസ്മിറ്റഡ് ടു ദ സപ്പോർട്ടിംഗ് പിയർ. പിയർ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് തന്നെയാണ്. ഫൈൻഡ് ദ ഫോഴ്സസ് ട്രാൻസ്മിറ്റഡ് ടു ദ സപ്പോർട്ടിംഗ് പിയർ, അതായത് സപ്പോർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇഫ് ദ കേബിൾസ് പാസസ് ഓവർ സ്മൂത്ത് പുള്ളീസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ പിയർ. അപ്പൊ ഇവിടെ ഈ സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വെർട്ടിക്കൽ ഫോഴ്സ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒക്കെ കണ്ടുപിടിക്കണം. എന്ത് സപ്പോർട്ടാന്നാ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ശ്രദ്ധിക്കണം, ഏത് ടൈപ്പ് സപ്പോർട്ടാ തന്നിട്ടുള്ളത് നോക്കണം. ചിലപ്പം ചില പ്രോബ്ലത്തിൽ രണ്ട് കേസിലും കണ്ടുപിടിക്കാൻ പറയും. അതായത് പുള്ളി സപ്പോർട്ട് വരുന്നതും സാഡിൽ സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് വരുന്ന കേസിലുള്ളത് രണ്ടും കണ്ടുപിടിക്കാൻ പറയും. രണ്ട് കേസിലും ഫോഴ്സസ് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണെങ്കിൽ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഏതാ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേബിൾസ് പാസസ് ഓവർ സ്മൂത്ത് പുള്ളീസ് അല്ലെ. അപ്പൊ പുള്ളി വരുന്ന കേസാണ്. പുള്ളി വരുന്ന കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സസ്പെൻഷൻ കേബിളിലും ആങ്കർ കേബിൾസിലുള്ള ടെൻഷൻ സെയിം ആയിരിക്കും, പുള്ളീസ് ആണ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലേക്ക് വരണം. ഓക്കെ, അപ്പം ഇവിടെ പുള്ളി സപ്പോർട്ട് വരുവാണെങ്കിൽ വരുന്ന ഫോഴ്സസ് എല്ലാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ദ ആങ്കർ കേബിൾ ഈസ് അറ്റ് 30 ഡിഗ്രി ടു ദ ഹൊറിസോണ്ടൽ. അപ്പൊ ആങ്കർ കേബിൾ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പൊ ശ്രദ്ധിക്കണം, ആങ്കർ കേബിൾസ് വെർട്ടിക്കൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ചിലപ്പം തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 90 മൈനസ് ആ ഒരു ആംഗിൾ എടുത്താൽ മതി. വെർട്ടിക്കൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തന്നിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി മൈനസ് ആ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കിട്ടും. അപ്പൊ അത് ശ്രദ്ധിക്കണം, ഏതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തന്നിട്ടുള്ളത് നോക്കണം. ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൽഫ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡിറ്റർമൈൻ ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോർ ദ പിയർ ഓഫ് ദ പിയർ ഈസ് 15 മീറ്റർ. അപ്പൊ ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. ആ പിയർ, അതായത് സപ്പോർട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന 15 മീറ്റർ ആണെങ്കിൽ, അതായത് H1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഗറിൽ കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ 15 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ടെൻഷനും അതുപോലെ ഇൻക്ലിനേഷനും, ആ സപ്പോർട്ട് ആയിട്ട് ആ കേബിൾ മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ Tmax ആൻഡ് തീറ്റ കണ്ടുപിടിക്കണം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞു ആ സപ്പോർട്ട്സിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ്, ഹൊറിസോണ്ടൽ ഫോഴ്സസ്, വെർട്ടിക്കൽ ഫോഴ്സസ് കണ്ടുപിടിക്കാൻ ആ സപ്പോർട്ടിലുള്ളത് അല്ലെങ്കിൽ ആ ഒരു സസ്പെൻഷൻ കേബിൾ പാസ് ചെയ്യുന്നത് പുള്ളീസിലൂടെയാണെങ്കിൽ, ഓക്കെ, ആ സപ്പോർട്ടിന് മേലെ പുള്ളി അറേഞ്ച്മെന്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ടെൻഷൻ, ഇൻക്ലിനേഷൻ, പിന്നെ പുള്ളി സപ്പോർട്ട് ആണെങ്കിൽ അതിൽ വരുന്ന ഫോഴ്സസ്, പിന്നെ പറഞ്ഞിട്ടുള്ളത് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അത് ബെൻഡിങ് മൊമെന്റ് വരുന്നത് ആ സപ്പോർട്ടിന്റെ ബോട്ടത്തിലായിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു വാല്യൂയും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫിഗർ അല്ലെ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് സ്പാൻ, ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. അപ്പൊ അത് കാണിച്ചു. പിന്നെ പാരബോളിക് ആയിട്ട് നമ്മൾ സസ്പെൻഷൻ കേബിൾ നമ്മൾ വരച്ചു. അതിൻ്റെ അകത്ത് വരുന്ന UDL എന്ന് പറയുന്ന 6 kN/m ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാർക്ക് ചെയ്തു. അതുപോലെ ഡിപ്പ് വാല്യൂ D is equal to 10 മീറ്റർ ആണ്. അപ്പൊ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് സപ്പോർട്ട്, അപ്പൊ നമുക്ക് A and B പറഞ്ഞു കൊടുക്കാം. അപ്പൊ അവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ VA and HA and T, ഇവിടെ VB, H and T. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും ഒരേ ലെവലിലായതുകൊണ്ട് VA is equal to VB ആണ്. അപ്പൊ കോമൺ ആയിട്ട് V എന്ന് പറയാം. അതുപോലെ H രണ്ടും സെയിം ആണ്. രണ്ട് സൈഡിലും ടെൻഷനും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ സപ്പോർട്ടിന്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഈ സപ്പോർട്ടിന്റെ ഹൈറ്റ് H1 എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് പുള്ളി സപ്പോർട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളി സപ്പോർട്ടിന്റെ ഫിഗർ വരച്ചു. ആങ്കർ കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അപ്പൊ ആങ്കർ കേബിൾ ഇതാണ്, ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയും തന്നു. സസ്പെൻഷൻ കേബിൾ അല്ലെങ്കിൽ മെയിൻ കേബിൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടില്ല, നമ്മൾ എടുക്കുന്നത് തീറ്റ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഇവിടെ രണ്ട് സൈഡിലും ഉള്ള ടെൻഷൻ, അതായത് സസ്പെൻഷൻ കേബിളിലും ആങ്കർ കേബിളിലുള്ള ടെൻഷൻ T തന്നെയാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് Tmax ആണ് രണ്ട് സൈഡിലും. ഓക്കെ, അപ്പൊ അത് Tmax എന്നുള്ളത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മളോട് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിളും ഇൻക്ലിനേഷൻ ഓഫ് ദ കേബിൾ അറ്റ് ദ സപ്പോർട്ടും ആണ്.
അപ്പോൾ ടെൻഷൻ കണ്ടുപിടിക്കാൻ Tmax കണ്ടുപിടിക്കാൻ √(V²+H²) ആണ്. അപ്പോൾ വിയും എച്ചും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഡ്യൂ ടു സിമെട്രിക്കലാണ്, അതായത് പാരബോളിക് ആണ്, യൂഡിയൽ ആക്ട് ചെയ്യുന്നു. അപ്പം സെയിം ആയതുകൊണ്ട് VA-VB സെയിം ആയിരിക്കും. PA = VB = WL/2. ഇപ്പോൾ W 6 ആണ്, L 120 ആണ്, /2 ചെയ്ത് കഴിഞ്ഞാൽ 360 kN കിട്ടും VA and VB. അതുപോലെ H WL²/8D ആണ്. അപ്പോൾ 6 × 120² / 8 × D എന്ന് പറയുന്ന ഡിപ്പ് 10 ആണ്. സോൾവ് ചെയ്താൽ 1080 kN എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം VA and H അല്ലെങ്കിൽ V and H നമുക്ക് കിട്ടി. ഇനി മാക്സിമം ടെൻഷൻ ഇൻ ദ മെയിൻ കേബിൾ T = Tmax, ദാറ്റ് ഈസ് √(V²+H² ആണ്. അതായത് √360² + 1080² ചെയ്ത് കഴിഞ്ഞാൽ 1138.42 kN എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ Tmax അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കുന്ന T എത്രയാന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞു മെയിൻ കേബിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലെ, അതായത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ നമ്മൾ ഇക്വേഷൻ എല്ലാം ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ ആയതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ തീറ്റ ഇൻക്ലിനേഷൻ ഓഫ് മെയിൻ കേബിൾ വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് അല്ലെ പ്രോബ്ലംസ് ചെയ്ത സമയത്ത് നമ്മൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം വിത്ത് ഹൊറിസോണ്ടൽ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? tan θ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്, ഓപ്പോസിറ്റ് P ആണ്. അപ്പം θ tan inverse V/H, ദാറ്റ് ഈസ് tan inverse V ന്റെ വാല്യൂ 360, H 1080, ദാറ്റ് ഈസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 18.435 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ തീറ്റ കിട്ടി. അപ്പൊ നമ്മളോട് പറഞ്ഞ ഫസ്റ്റ് ഒരു ഭാഗം കഴിഞ്ഞു അല്ലെ. ഫൈൻഡ് ദ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ, Tmaxും കിട്ടി, ഇൻക്ലിനേഷൻ ഓഫ് ദ കേബിൾ എടുത്ത് സപ്പോർട്ട് വിത്ത് ഹൊറിസോണ്ടലും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സപ്പോർട്ട്സിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ സപ്പോർട്ട് പുള്ളി സപ്പോർട്ട് ആണെങ്കിൽ അല്ലെ, അപ്പൊ അവിടെയുള്ള VT HT കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബെൻഡിങ് മൊമെന്റ് ആ സപ്പോർട്ടിലുള്ള. അപ്പൊ പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടാണ്, ആ ടവേഴ്സ് ആണ്, ആ ഒരു കാര്യം മറന്നു പോകരുത്. അപ്പം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റും കൂടെ നമുക്ക് ഇതിന്റെ ഒപ്പം കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ വെർട്ടിക്കൽ ഫോഴ്സസ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ, അപ്പൊ ടവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കാം. VT = T × sin θ + sin α ആയിരുന്നു ഇക്വേഷൻ അല്ലേ. അതായത് T sin θ + T sin α. അവിടെ T എന്ന് പറയുന്നത് Tmax ആണ്. Tmax sin θ + sin α. Tmax വാല്യൂ നമുക്ക് കിട്ടി 1138.42. sin θ എന്ന് പറയുന്നത് sin 18.435 + sin α 30 ആണ്. അപ്പൊ അത് എഴുതി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 929.21 അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നമുക്ക് കിട്ടും kN. ഇനി ഹൊറിസോണ്ടൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ HT. അപ്പം T എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലാണ് ഹൊറിസോണ്ടൽ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് അല്ലെ. അപ്പൊ Tmax × cos θ ടുവേർഡ്സ് റൈറ്റ് ആണ്, അതുപോലെ Tmax × cos α ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പൊ മൈനസ് വരണം. അപ്പൊ Tmax cos θ - Tmax cos α അല്ലെങ്കിൽ T cos θ - T cos α. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം, Tmax × cos θ - cos α എന്ന് എഴുതാം. അപ്പൊ Tmax വാല്യൂ 1138.42. cos 18.435 minus cos 30 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 94.099 kN എന്ന് പറഞ്ഞു. ഹൊറിസോണ്ടൽ ഫോഴ്സ് സപ്പോർട്ടിൽ വരുന്നത് നമുക്ക് കിട്ടി. ഇനി മാക്സിമം ബെൻഡിങ് മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ബോട്ടത്തിലായിരിക്കും അല്ലെ. ബോട്ടത്തിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് × പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 15 ആണ് ബെൻഡിങ് മൊമെന്റ് ഈ സപ്പോർട്ടിൽ വരുന്നത്. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഓൺ പിയർ is equal to HT × H1, that is 94.099 × 15, 1411.49 kN അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ നമ്മളെ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത മാക്സിമം ടെൻഷൻ, അതുപോലെ ഇൻക്ലിനേഷൻ ഓഫ് കേബിൾ വിത്ത് ഹൊറിസോണ്ടൽ, ഈ സപ്പോർട്ടിൽ വരുന്ന ഫോഴ്സസ്, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സ്, വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് മാക്സിമം ബെൻഡിങ് മൊമെന്റും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. A suspension cable of span 100 meter and depth 10 meter carries a UDL of 8 kN/meter of horizontal span over the full span. അപ്പോൾ ഇവിടെ horizontal spanൽ 100 meter തന്നു, dip D 10 meter and W 8 kN/meter. Find the forces transmitted to the supporting pylons if, അപ്പം ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അതായത് സപ്പോർട്ടിലേക്ക് പൈലോൺസ്
അതുപോലെ തന്നെ പിയർ, അതുപോലെ സപ്പോർട്ടിങ് ടവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സപ്പോർട്ട് തന്നെയാണ്. ടേംസ് മാറിയാൽ കൺഫ്യൂസ് ആവരുത്. ഓക്കെ, അപ്പം കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ സപ്പോർട്ടിങ് ടവേഴ്സിലുള്ള ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടീഷൻ 1, കേബിൾ ഈസ് പാസ്ഡ് ഓവർ സ്മൂത്ത് പുള്ളി. ഇപ്പോൾ സപ്പോർട്ട് പുള്ളി സപ്പോർട്ട് ആണെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടവേഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സസ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കേസ് ഈസ് ദ കേബിൾ ഈസ് ക്ലാംപ് ടു എ സാഡിൽ വിത്ത് റോളേഴ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദ പിയേഴ്സ്. അപ്പോൾ സാഡിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ആ റോളേഴ്സ് ഉള്ള ആ സാഡിൽ സപ്പോർട്ട് വരുവാണെങ്കിൽ ആ സപ്പോർട്ടിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സപ്പോർട്ടിന്റെ ടോപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 2 കേസസ്. ഒന്ന്, പുള്ളി സപ്പോർട്ട് വരുമ്പം പുള്ളി ആ സപ്പോർട്ടിന്റെ ടോപ്പിൽ പുള്ളി ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ടവേഴ്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ്. ഓക്കെ, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. അതുപോലെ തന്നെ ഇപ്പൊ ആ സപ്പോർട്ടിങ് ടവേഴ്സിന്റെ മേലെ സാഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, സാഡിൽ വിത്ത് റോളേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ആ സപ്പോർട്ട് സാഡിൽ സപ്പോർട്ട് ആണെങ്കിൽ, ഓക്കെ, അതിന്റെ ടോപ്പിൽ സാഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സപ്പോർട്ടിങ് ടവേഴ്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. The anchor cables make 30 degree to the horizontal at the pylons. അപ്പൊ ആങ്കർ കേബിൾ എന്ന് പറഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന നമ്മൾ ആങ്കർ ചെയ്ത് വെക്കുന്ന ആ കേബിൾ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് ഈസ് ആൽഫ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് 2 സപ്പോർട്ടിലും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സസ്പെൻഷൻ കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ടി അല്ലെ, അത് നമുക്ക് വരുന്ന ടി മാക്സ് ആയിട്ട് അല്ലെങ്കിൽ ആ സപ്പോർട്ടിൽ വരുന്ന ടെൻഷൻ എത്രയാണോ, അതായത് ഇപ്പം എ എന്ന് പറയുന്ന സപ്പോർട്ടിലാണെങ്കിൽ √(v² + h²), കാരണം VA = VB ആണ്. ഓക്കെ, അപ്പം ആ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം, വിയും എച്ചും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി കിട്ടും. ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സപ്പോർട്ടിന്റെ ആ ഫിഗർ വരച്ചിട്ട് മറ്റുള്ള വാല്യൂസ് ഒക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുക, അതിലേക്ക് വരുന്ന ഫോഴ്സസ് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഗിവൺ L is equal to 100 meter, D is equal to 10 meter, W is equal to 8 kN/meter, ആൽഫ 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടിയും കൂടി മാർക്ക് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ TA ആൻഡ് TB അല്ലെങ്കിൽ ടി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്താലും മതി, രണ്ടും സെയിം തന്നെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ സെൻട്രൽ ഡിപ്പ് 10 മീറ്ററും കൂടി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഡ്യൂ ടു സിമെട്രി, VA is equal to VB is equal to WL/2, that is 8 × 100/2, 400 kN. And H is equal to WL²/8D, that is 8 × 100² divided by 8 × 10, 1000 kN കിട്ടും. അപ്പം V എന്ന് പറയുന്നത് VA is equal to VB is equal to V, that is 400 kN, and horizontal reaction H 100 kN നമുക്ക് കിട്ടും. ഇനി T കണ്ടുപിടിക്കാൻ, T അല്ലെങ്കിൽ T max, maximum tension in the main cable, T max is equal to √(v² + h²). Okay, that is T is equal to √(1000² + 400²). ഓക്കെ, അപ്പം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1077.032 kN എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ടി മാക്സ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ടി മാക്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ടെൻഷൻ, അതായത് സസ്പെൻഷൻ കേബിള് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ = tan inverse V/h ആണ്, ദാറ്റ് ഈസ് 21.801 ഡിഗ്രി. അപ്പൊ നമുക്ക് തീറ്റ കിട്ടി, ആൽഫ നമുക്ക് അവൈലബിൾ ആണ്, ടി വാല്യൂ നമുക്ക് കിട്ടി. T1 അൺനോൺ ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? T1 കണ്ടുപിടിച്ചിട്ട് ഓരോ കേസിലും, ഓരോ സപ്പോർട്ടിന്റെ കേസിലും സപ്പോർട്ടിലേക്ക് വരുന്ന ഫോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് കേസ് 1 പുള്ളി സപ്പോർട്ട്. ഓക്കെ, അതായത് നമ്മൾ തീറ്റ വരെയുള്ള എല്ലാ ടേമും നമ്മൾ കണ്ടുപിടിച്ചു. T1 മാത്രമേ അൺനോൺ ഉള്ളൂ, ബാക്കി നമുക്ക് ഫോഴ്സസ് കണ്ടുപിടിക്കുന്നതിലേക്ക് കിടക്കാം. അപ്പൊ കേസ് 1 പുള്ളി സപ്പോർട്ടാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുള്ളി സപ്പോർട്ടിന്റെ ഫിഗർ വരയ്ക്കാം. അപ്പൊ പുള്ളി സപ്പോർട്ട് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ 2 സൈഡിലും ടി തന്നെയായിരിക്കും അല്ലെ, 2 സൈഡിലും ടി തന്നെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ്. ആൽഫ ആൻഡ് തീറ്റ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ വേറെ ബെൻഡിങ് മൊമെന്റിന്റെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ട കേസ് ഇല്ല. പറയുകയാണെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് തരണം. ഇവിടെ ഹൈറ്റ് ഒന്നും തന്നിട്ടുമില്ല. ഇൻ കേസ് തന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വെക്കാം, ഇല്ലെങ്കിൽ കണ്ടുപിടിക്കണമെന്നില്ല. ക്വസ്റ്റിൽ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ VT വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം T sin θ plus T sin alpha, that is VT is equal to T into sin θ plus sin alpha.
ടി വാല്യൂ നമുക്കറിയാം 1077.032 into sin 21.801 plus sin 30. That is 938.508 kilonewton എന്ന് പറഞ്ഞു കിട്ടും വി ടി. ഓക്കെ, അതായത് പുള്ളി സപ്പോർട്ടിന്റെ കേസ്. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ എന്ന് പറയുന്നത് ടി കോസ് തീറ്റ മൈനസ് ടി കോസ് ആൽഫ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ ടി ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ ചെയ്ത് കഴിഞ്ഞാൽ 67.26 kilonewton എന്ന് പറഞ്ഞു കിട്ടും. അപ്പം പുള്ളി സപ്പോർട്ടിന്റെ കേസിൽ വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഈ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 67.26 ഇൻറ്റു ആ H1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കാം. ഇനി കേസ് 2 റോളർ സപ്പോർട്ടിന്റെ കേസിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഫിഗർ വരുന്നത് ഈ രീതിയിലായിരിക്കും. ഇവിടെ നമുക്ക് ടി ഉണ്ട്, ടി അവൈലബിൾ ആണ്, നമ്മൾ അതായത് ടി മാക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ T1 ആണ്, അത് നമുക്ക് അറിയില്ല. ആംഗിൾ ആൽഫ ആൻഡ് ഇവിടെ തീറ്റ. ഓക്കെ, അപ്പം ഇതുപോലെ ആയിരിക്കും ഫിഗർ വരിക. അപ്പൊ ടെൻഷൻ ഇൻ ആങ്കർ കേബിൾ T1. അപ്പൊ ഇതിൽ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ T1 ആവശ്യമാണ്. അപ്പോൾ T1 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഹൊറിസോണ്ടലിന്റെ കൺസെപ്റ്റ് എടുക്കാം. അതായത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അതായത് സപ്പോർട്ടിലേക്ക് വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്, കാരണം റോളർ സപ്പോർട്ട് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. T1 കോസ് ആൽഫ എന്ന് പറയുന്ന ടുവേർഡ്സ് ലെഫ്റ്റ് ആയതുകൊണ്ട് മൈനസ്, അപ്പൊ മൈനസ് T1 കോസ് ആൽഫ പ്ലസ് ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? T1 കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോലെ കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് T1 നമുക്ക് കണ്ടുപിടിക്കാം. T1 ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ ബൈ കോസ് ആൽഫ. അപ്പം ടി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? വേണമെങ്കിൽ ഞാനിപ്പം ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിയും കോസ് തീറ്റന്റെ വാല്യൂ അവൈലബിൾ, തീറ്റന്റെ വാല്യൂ ടിന്റെ വാല്യൂ അവൈലബിൾ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, തിയറി പറഞ്ഞപ്പോൾ ഇവിടെ ടി കാരണം, അതായത് സസ്പെൻഷൻ കേബിളിൽ വരുന്ന ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, അതായത് ടി കോസ് തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ് അവിടെയുള്ളത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ടി കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ആണ്, സസ്പെൻഷൻ കേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയായിരിക്കും അവിടെ വരുന്നത്. അപ്പം നമുക്ക് ടി കോസ് തീറ്റ എന്നുള്ള H എന്ന് പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ ടീന്റെ വാല്യൂ നമുക്ക് അവൈലബിൾ ആണ്. ടീന്റെ വാല്യൂ എന്ന് പറയുന്നത് 1077.032 ഇൻറ്റു കോസ് തീറ്റ, തീറ്റ അവൈലബിൾ ആണ്, ഡിവൈഡ് ബൈ കോസ് ആൽഫ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1154.7 എന്ന് പറഞ്ഞ് കിട്ടും T1. ഓക്കെ, ഇനി നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൽ ടി സൈൻ തീറ്റ പ്ലസ് T1 കോസ് T1 സൈൻ ആൽഫ അല്ലെ, ടി സൈൻ തീറ്റ പ്ലസ് T1 സൈൻ ആൽഫ ആയിരിക്കും ഇവിടെ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ 0 ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. വെർട്ടിക്കൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ ഈസ് ഈക്വൽ ടു VT ഈസ് ഈക്വൽ ടു ടി സൈൻ തീറ്റ പ്ലസ് T1 സൈൻ ആൽഫ. അപ്പം ടീന്റെ വാല്യൂ അറിയാം, തീറ്റാന്റെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് V തന്നെയാണ്. ടി സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ കേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഫോഴ്സ് ഇവിടെ വരുന്നത് തന്നെയാണ്. നമ്മൾ ആ സസ്പെൻഷൻ കേബിളിന്റെ കേസിൽ കണ്ടുപിടിക്കുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു V തന്നെയാണ്. അപ്പം അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം. ടിന്റെ സ്ഥാനത്ത് ടിന്റെ വാല്യൂ, തീറ്റയുടെ സ്ഥാനത്ത് വാല്യൂ കൊടുക്കാം. അപ്പം ടി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് T1 ഇൻറ്റു സൈൻ ആൽഫ. ഓക്കെ, അപ്പൊ T1ന്റെ വാല്യൂ അവൈലബിൾ ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VT ഈസ് ഈക്വൽ ടു 977.35 kilonewton എന്ന് കിട്ടും. ഓക്കെ, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നിങ്ങൾ ഈ വാല്യൂ ഡയറക്റ്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടി അവൈലബിൾ ആണല്ലോ, നമ്മൾ ടി മാക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ആ വാല്യൂ തീറ്റ അവൈലബിൾ ആണല്ലോ, അത് കൊടുക്കുക. T1ന്റെ വാല്യൂ അറിയാം, ആൽഫ വാല്യൂ അറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 977.3 അല്ലെങ്കിൽ 977.35 kilonewton എന്നുള്ള രീതിയിൽ ആ റേഞ്ചിൽ നമുക്ക് VT വാല്യൂ കിട്ടും. പിന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ടവർ ഈസ് ഈക്വൽ ടു 0 ആണ്. ഹൊറിസോണ്ടൽ ഫോഴ്സ് വാല്യൂ 0 ആണ്, കാരണം ഇത് റോളർ സപ്പോർട്ട് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് സപ്പോർട്ടിന്റെ കേസിലും നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ് കണ്ടുപിടിച്ചു.